ബിഗ് ബോസ് സീസൺ 7 11-ാമത്തെ ആഴ്ചയിലെ ജയിലിൽ അനുമോളും അനീഷും ഇവരിങ്ങനെ ജയിൽ നോമിനേഷൻ ചെയ്യുന്നുണ്ട് രണ്ടുപേരെ വെച്ച്. എൻ്റെ അഭിപ്രായത്തിൽ ഇനി മുതൽ അത് ഒരാളെ അങ്ങ് അവർ തിരഞ്ഞെടുത്താൽ മതി. ബാക്കി ഒരാൾ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടല്ലോ, അനീഷിനെ നമുക്ക് സ്ഥിരം കാൻഡിഡേറ്റ് ആക്കാം ജയിലിലേക്ക്. ആ രീതിയിലാണ് അവരുടെ പെരുമാറ്റം. ശരിക്കും പറഞ്ഞാൽ അനീഷ് ഡിസേർവിങ് ആയിരുന്നോ ജയിലിന്? അനുമോളുടെ കാര്യം പറഞ്ഞാൽ അനുമോൾ നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ അനുമോളുടെ ഭാഗത്ത് നിന്ന് ഈ ആഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതെ, പിന്നെ അനുമോൾക്ക് എതിരെ നെവിനെതിരെയാണ് അനുമോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തതെങ്കിൽ അനുമോൾക്കെതിരെ നിന്ന നെവിനെ പോലെയുള്ളവർ അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആര്യൻ ടാസ്കിനിടയിൽ കള്ളത്തരം കാണിച്ച് ലാസ്റ്റ് ടാസ്കിൽ ആ സ്ക്രാച്ച് ചെയ്ത് ഒളിപ്പിച്ച ബിഗ് ബോസ് പിടിച്ച ആ ഒരു സംഭവം മാത്രമല്ല, അതിൻ്റെ മുമ്പും ആര്യൻ പല സമയത്തും കള്ളത്തരങ്ങളിൽ കൂടെ തന്നെയാണ് വിന്നാവുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇന്ന് ക്യാപ്റ്റൻസിയിലേക്ക് ആര്യൻ, പിന്നെ നെവിൻ, അക്ബറൊക്കെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് പോയിരിക്കുന്നത്. ജയിൽ അനീഷ് പറയുന്ന പോലെ എന്താ ബിഗ് ബോസ് ഇങ്ങനെ? ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ലാലേട്ടൻ ജയിൽ നോമിനേഷനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, ഇവർക്ക് ഇതൊന്ന് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അനീഷിനെ ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്ന കേട്ടോ കഴിഞ്ഞ ആഴ്ച. എന്നാൽ കൃത്യമായിട്ട് ഇവർക്കൊന്നും മനസ്സിലാവുന്ന ആളുകളല്ല. എങ്ങനെയാണ് ജയിൽ നോമിനേഷൻ എല്ലാവരും ഇപ്പം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഈ ജയിൽ നോമിനേഷൻ, ക്യാപ്റ്റൻസി നോമിനേഷനൊക്കെ ചെയ്യുന്നത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചും പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു നോക്കി ഇതൊക്കെയാണ്. ഇതെന്താണ് ഇങ്ങനെ? ഈ 11-ാമത്തെ ആഴ്ചയിൽ, അതായത് ടോപ്പ് 10 ആണ് അവിടെ നിൽക്കുന്നത്. അവിടെ ഇപ്പോഴും ഗ്രൂപ്പ് കളിയും ഫേവററ്റിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓപ്പണായിട്ട് എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് പരസ്പരം ഗെയിം കളിക്കേണ്ട ഒരു സമയമാണിത്. ഓക്കെ, അവിടെ ഷാനവാസ്, അനീഷ് ഒക്കെ ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ അവർ തമ്മിൽ ആവശ്യം നേരത്തെ വേണ്ട ഒരു ബോണ്ടും ഉണ്ട്. പക്ഷേ എന്താണ്, അക്ബറിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ, വലിയൊരു ഗ്രൂപ്പായിരുന്നു അക്ബറിന് ആദ്യം ഉണ്ടായിരുന്നത്. ആ ഗ്രൂപ്പിൽ ഓരോരുത്തരായി പൊഴിഞ്ഞു പോയി. ആ ഗ്രൂപ്പ് ചെറുതായപ്പോൾ വീണ്ടും ഇപ്പോൾ അക്ബറിൻ്റെ ഗ്രൂപ്പിലേക്ക് ഓരോരുത്തരായി ആടായി ഇപ്പോൾ അവിടുത്തെ വലിയൊരു ഗ്രൂപ്പായി മാറി. 6 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് അക്ബറിനിപ്പോൾ. അക്ബർ, ആര്യൻ, നെവിൻ, ആദില, നൂറ, സാബുമാനും ഇപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെയാണ്. ഇപ്പോൾ അവിടെ ആ ഗ്രൂപ്പിൽ പെടാതെ നിൽക്കുന്നത് ലക്ഷ്മി, അനീഷ്, ഷാനവാസ്, അനുമോൾ, ഇത്രയും പേരാണ്. മറ്റുള്ളവരുടെ കണ്ടന്റ് ഇവരെക്കുറിച്ചുള്ള ഗോസിപ്പാണ് മറ്റുള്ളവരുടെ കണ്ടന്റ്. എന്തൊക്കെയാണ് ഇവരെന്താണ് ചിന്തിച്ചു കൂട്ടുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ലാത്ത ഒരവസ്ഥ. നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവർക്ക് ക്യാപ്റ്റനാകാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അനീഷിനെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യുമെന്ന് ഉള്ള ഒരൊറ്റ കാരണം കൊണ്ട്, ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇന്ന് അവർ ഗ്രൂപ്പായിട്ട് ചേർന്ന് ജയിലിലേക്ക്. ശരിക്കും അനീഷിനെ നോമിനേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. എന്ത് കാര്യം പറഞ്ഞിട്ടാണ്? ഫിസിക്കൽ അസാൾട്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തെല്ലാം ചവിട്ടും കുത്തും തൊഴിയാണ് ഈ സീസണിൽ നടന്നിട്ടുള്ളതെന്ന് നമ്മൾ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. അനീഷ് ഷാനവാസിൻ്റെ കൈ കടിച്ചു മുറിച്ച് അത് കുറച്ച് വലിയ കടിയായിരുന്നു. പക്ഷെ അതുപോലും അനീഷിന് പുറത്തേക്ക് 3-4 കമ്പിളിയിട്ട് ഈ ഷാനവാസും അക്ബറും ഒക്കെ തന്നെയാണ് ഒക്കെ കൂടി ആക്രമിച്ച്, അതായത് ആ തൊപ്പി എടുക്കാൻ വേണ്ടി. പിന്നെ അതിൻ്റെ മുകളിൽ അപ്പാനിച്ചെടുത്ത് അനീഷിൻ്റെ തലയിൽ കയറിയിരുന്ന് അങ്ങനെ ഒരുപാട് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടി. ആ ഒരു സമയത്ത് ശ്വാസം മുട്ടി പെടയുന്ന ആ സമയത്താണ് അറിയാതെ കടിച്ചു പോകുന്നത്. ആ കടി ഒരു പക്ഷേ കുറച്ച് ഹാർഡായിട്ടുണ്ടാവും. അത് ഷാനവാസ് ആ ഒരു സെൻസിലെടുത്തുള്ളൂ. ഷാനവാസിൻ്റെ അത് മനസ്സിലുണ്ടാവും. അവരങ്ങോട്ട് ചെയ്തത് അവർക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇന്നലെ എന്താണ്, പാവ ടാസ്കിൽ പാവേനെ അനീഷിൻ്റെ കയ്യിലിരിക്കുന്ന പാവ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുമ്പോൾ കയ്യിൽ പിടിച്ചു വെച്ച് ആ സമയത്ത് കൈ വിടുവിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെറുതെ കമ്മില്ല, അതിനെ കടിക്കുക എന്നല്ല പറയുന്നത്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കടിക്കാൻ ചെല്ലുമ്പോൾ അവർ കൈ അങ്ങ് വലിക്കും. അങ്ങനെയാണ് അനീഷ് ചെയ്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് അക്ബർ മണ്ടയ്ക്കിട്ട് നല്ലൊരടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് നിന്നിട്ട് എന്തൊക്കെയോ പറയുന്നത്. ഇന്ന് രാവിലെ അക്ബർ ആണെങ്കിൽ പുറത്തായിരുന്നെങ്കിൽ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ജയിൽ നോമിനേഷൻ്റെ ടൈമിലും പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴായതുകൊണ്ട് മണ്ടയ്ക്ക് അടിച്ചതേ ഉള്ളൂ, പുറത്തായിരുന്നെങ്കിൽ ഇനിയും പുറത്ത് വെച്ച് കാണാമെന്നൊക്കെയുള്ള രീതിയിലാണ്. ആ രീതിയിലുള്ള ഭീഷണികളൊക്കെയാണ് അക്ബറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അക്ബർ കഴിഞ്ഞ ദിവസം മാറിയിരുന്ന് അവിടെ ഇരുന്ന് കരഞ്ഞു. അനീഷ് അതിന് മുമ്പത്തെ ദിവസം വിഷമിച്ചിരുന്നത് അത് ഡ്രാമ, അനുമോൾ ചെയ്താൽ ഡ്രാമ. അവർ ജയിലിലിരുന്ന് പറയുന്നുണ്ട് കേട്ടോ, ഇവർക്ക് ആർക്കും നമ്മളെ രണ്ടുപേരെ ഇഷ്ടമില്ല കേട്ടോ, നമ്മളാണ് ഏറ്റവും മോശം, നമ്മൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് വീടുറങ്ങി
ശരിക്കും ഇവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം കേട്ടോ. ഇവർ നന്നായിട്ട് കണ്ടന്റ് കൊടുക്കും. ഇവർ ഗെയിം കളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമുണ്ട്. ടോപ്പ് 2 ആണ് ജയിലിൽ കിടക്കുന്നതെന്ന് തോന്നും. ഇവർ രണ്ടുപേരും തന്നെയാണ് ടോപ്പ് 2ന് ഡിസേർവിങ്. ഷാനവാസ് ഓക്കെ, ടോപ്പ് 3 ഇവർ 3 പേരും തന്നെയാണ്. ഇന്ന് ശരിക്കും ആ ലാലേട്ടൻ്റെ എപ്പിസോഡിന് ശേഷം ഷാനവാസ് ഒരുപാട് മാറിയിട്ടുണ്ട്. നല്ല ചേഞ്ചാണ്. ഞാൻ കഴിഞ്ഞ ഷാനവാസിന് നല്ല ചേഞ്ച് ആണെങ്കിൽ അത് നല്ലതായിരിക്കും. അത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും മോശമാകുന്നു. പക്ഷേ ഒരിക്കലും വീണ്ടും മോശമായി മാറാതെ നല്ലൊരു ചേഞ്ചിലേക്കാണ് ഷാനവാസ് വന്നിരിക്കുന്നത്. ശരിക്കും അത് കാണുമ്പോൾ സന്തോഷമുണ്ട്. ഷാനവാസും അനീഷും കുറച്ചൊക്കെ അനീഷിനും ഷാനവാസിന് ആദ്യം ഒരു സോഫ്റ്റ് കോർണറുണ്ട്. ഷാനവാസിനും അനീഷിനെ കുറേയൊക്കെ മനസ്സിലായ പോലെയാണ് ഇപ്പോൾ ഉള്ള പെരുമാറം. അനുമോളോടും പറയുന്നുണ്ടായിരുന്നു അനീഷ് അല്ല ജയിലിൽ പോകാനുള്ള അർഹനെന്ന്, ആരിനൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് പ്രേക്ഷകർ കഴിഞ്ഞ ആഴ്ച ഓരോ ആഴ്ച ഇങ്ങനെ വരുമ്പോഴും ഇത് തുടർക്കഥയാവുകയാണ്. ഇതെന്നാൽ ആരും ബിഗ് ബോസോ ലാലേട്ടനോ ഒന്നും സൂചിപ്പിക്കുന്നു പോലുമില്ല. ഓക്കെ, ശരിയാണ്, ജയിലിൽ പോകുന്ന കണ്ടന്റ് കിട്ടും, അല്ലെങ്കിൽ കണ്ടന്റാണ് അവർക്ക്, അതെല്ലാം ഓക്കെയാണ്. എന്നാലും ഇല്ലേടേ, അവരൊരു അനീഷൊക്കെ ശരിക്കും വിഷമിച്ചാണ് സംസാരിക്കുന്നത്. അനുമോള് പറയുന്നുണ്ട്, ചേട്ടാ സാരമില്ല ചേട്ടാ, ഇവരങ്ങനെയൊക്കെ പറഞ്ഞാലും ജനങ്ങൾ പ്രേക്ഷകർ കാണുന്നില്ലേ, അവർക്കറിയാമല്ലോ നമ്മളല്ല ഏറ്റവും വലിയ തെറ്റുകാരെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അനീഷിന് അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇപ്പം നല്ല രസമുണ്ട് ജയിലിൽ അവർ രണ്ടുപേരും കൂടെ, നല്ല രസമുണ്ട് അവരുടെ സംഭാഷണങ്ങൾ കേൾക്കാൻ. അകത്ത് ആര്യൻ, ആദില, നൂറ എന്നോടൊക്കെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്നിപ്പോൾ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെന്നൊക്കെ വന്ന് പ്രൊമോ ഉണ്ട്. അത് ഒരു പക്ഷേ പ്രാങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ സീക്രട്ട് റൂം ടാസ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അങ്ങനെയൊക്കെ പോയിട്ട് ആദിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആദിലൊക്കെ ചെളിക്കുഴിയിലേക്ക് വീണു പോയ പോലെ തോന്നുകയാണ്. ആ കുഴിയിൽ നിന്ന് കയറാൻ സാധിക്കുകയാണെങ്കിൽ സീക്രട്ട് റൂമിലൊക്കെ ഒന്ന് പോയി കാര്യങ്ങൾ പഠിച്ചു വന്നിട്ട് തിരുത്താൻ സാധിക്കണമെങ്കിൽ തിരുത്തട്ടെ. അതോ ഇനി ശരിക്കും എവിക്ഷൻ തന്നെയാണ്? അങ്ങനെ പ്രേക്ഷകരുടെ വിധി പ്രകാരം അല്ലാതെ അങ്ങനെ ഒരു എവിക്ഷൻ നടക്കുമോ? മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, പുറത്താക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു എവിക്ഷൻ അറിഞ്ഞൂടാ. ചിലപ്പം 7ൻ്റെ പണിയല്ലേ, മാറ്റി പിടിച്ചാണോ എന്നൊന്നും അറിയത്തില്ല. അത് എപ്പിസോഡ് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.